സൂപ്പറാട്ടാ. ഹായ്, മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ബേബി എസെൻഷ്യൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് റാറ്റിൽ സെറ്റായിരുന്നു. എൻ്റെ കുഞ്ഞിച്ചക്കൻ കൈകൊണ്ട് ഓരോന്ന് എടുക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ വിചാരിച്ചതാണ് അവന് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള റാറ്റിൽസ് വാങ്ങണമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ ഈ റാറ്റിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം കനം കുറവുള്ളതാണല്ലോ കൊടുക്കുക. റാറ്റിൽസ് പൊതുവേ കനം കുറഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളിലെ മോട്ടോർ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഇത്. പിന്നെ ടീത്തബിളും ആണ്. അവരുടെ തൊണ്ടുകൊണ്ട് ഇത് കടിച്ചാലും കുഴപ്പമില്ലാത്തതാണ്. മീഷോയിൽ നിന്ന് മേടിച്ച ഈ പ്രോഡക്റ്റിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് കിട്ടിയത്. എനിക്ക് ഈ റാറ്റിൽസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെയ്റ്റ്ലെസ് ആണ്, വളരെ കനം കുറവ് തന്നെയാണ്. ഈ സമയത്തൊക്കെ അവർക്ക് കനം കുറവുള്ളതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കമൻറ്റ് ഇട്ടത് കണ്ടിട്ടും ഫോട്ടോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞിച്ചക്കനാണെന്നുണ്ടെങ്കിൽ ആ ടോയ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ്. ആദ്യം അവൻ ഇതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. എന്തായാലും അവന് ഇഷ്ടപ്പെട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ആശാൻ ഏത് എടുക്കണം ആദ്യം എന്നാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് മാത്രം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നീപ്പാടാണ്. കുഞ്ഞിച്ചക്കൻ ചെറുതായിട്ട് മുട്ടിൽ അഴഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ അവൻ്റെ മുട്ടിൽ ചെറിയ തരികളൊന്നും കയറാതിരിക്കാനും സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് ഓഫറിന് മേടിച്ചതാണ്. 2 നീ പാഡും 1 എൽബോ പാഡും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചത് ബേബി കെയർ കിറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്ന ഐറ്റംസ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കുഞ്ഞിച്ചക്കന് വേണ്ടിയിട്ടൊരു ബാത്ത് ടബാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് മുൻപൊക്കെ കാലിൽ കിടത്തിയാണ് അവനെ കുളിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറുമ്പൊക്കെ തുടങ്ങി. ഇങ്ങനെ കാലിൽ കിടത്തി കുളിപ്പിക്കുമ്പോൾ മൂപ്പര് എണീറ്റ് ഓടാൻ നിൽക്കുക, അതുപോലെ കമഴ്ത്തി കിടത്തി കഴിഞ്ഞാൽ നിലത്തുള്ള കല്ലൊക്കെ പെറുക്കുക, അങ്ങനത്തെ കുഞ്ഞു കുസൃതികൾ തുടങ്ങിയപ്പോഴാണ് ഇതിൽ കിടത്താമെന്ന് വിചാരിച്ചത്. എന്തായാലും മൂപ്പർക്ക് ഇഷ്ടമായി. പിന്നെ ഇതൊരു ബാത്ത് ടബ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതാവുമ്പോൾ അതിൽ അവൻ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക്